ചെങ്ങന്നൂരിലെ താഴമൺ മഠത്തിൽ SIT പരിശോധന തുടരുന്നു. പരിശോധന 3 മണിക്കൂർ പിന്നിട്ടു. വൻ പോലീസ് സന്നാഹത്തോടെയാണ് SIT പരിശോധന നടക്കുന്നത്. SIT തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിലെത്തിയ മരുമകൾ ഉൾപ്പെടെയുള്ളവരെ തടഞ്ഞു. ഇപ്പോൾ ആഭരണങ്ങൾ പരിശോധിക്കാൻ സ്വർണ്ണപ്പണിക്കാരനെ അടക്കം എത്തിച്ചിട്ടുണ്ട്. SIT നിർദ്ദേശപ്രകാരം തന്ത്രിയുടെ വീട്ടിലുണ്ടായിരുന്ന ചില ബന്ധുക്കളെയും പോലീസ് ഒഴിവാക്കി. സുധീഷ് ഗോപാൽ ചേരുന്നു വിശദമായ വിവരങ്ങളുമായി. സുധീഷ്, 3 മണിക്കൂർ പരിശോധന പിന്നിട്ടിരിക്കുന്നു. SIT എന്താണ് തന്ത്രിയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തത്? ആഭരണങ്ങൾ പരിശോധിക്കാൻ സ്വർണ്ണപ്പണിക്കാരനെ എത്തിച്ചിട്ടുണ്ട് എന്നറിയുന്നു. എന്തെങ്കിലും തെളിവുകൾ ശേഖരിക്കാൻ SITക്ക് സാധിച്ചിട്ടുണ്ടോ? അൽ നമ്പ്യാർ 3 മണിക്കൂർ പിന്നിട്ട് ഇപ്പോഴും ഇവിടുത്തെ പരിശോധന പുരോഗമിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്തിയോ എന്നത് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഇതേസമയം തന്നെയാണ് ലോഹവസ്തുക്കളും അതോടൊപ്പം തന്നെ ആഭരണങ്ങളും പരിശോധിക്കാനായി സ്വർണ്ണപ്പണിക്കാരനെ, അതായത് തട്ടാനെ എത്തിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള പരിശോധനകൾ കൂടി ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇതേ സാഹചര്യത്തിൽ തന്നെ നമുക്കറിയാം, ഈ ഒരു അറസ്റ്റിലൂടെ ഉണ്ടായ വിവാദങ്ങൾ, അതിന് തടയിടത്തക്ക രീതിയിലുള്ള കണ്ടെത്തലുകൾ, അതിനുവേണ്ടിയുള്ള ശ്രമം തന്നെയാണ് SIT മുന്നോട്ട് വെക്കുന്നത്. അത്തരം പരിശോധനകളും നടക്കുകയാണ്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ലാപ്ടോപ്പ്, മൊബൈൽ അടക്കമുള്ള വസ്തുക്കൾ ആദ്യമേ തന്നെ പരിശോധിച്ചിരുന്നു. ഈ പരിശോധനയുടെ എല്ലാം ദൃശ്യങ്ങളും അവർ വീഡിയോയിൽ പകർത്തുന്നുണ്ട്. 5 ഉദ്യോഗസ്ഥരാണ് ഉച്ചയ്ക്ക് 2:48 താഴമൺ മഠത്തിലെത്തിയത്. അതിനുശേഷമാണ് ഏതാണ്ട് 1 മണിക്കൂർ പിന്നിട്ടതിന് ശേഷം, മറ്റ് പ്രധാന പരിശോധനകൾ പൂർത്തിയാക്കിയതിന് ശേഷമാവണം ഈ ലോകവസ്തുക്കളും സ്വർണ്ണാഭരണങ്ങളും എല്ലാം പരിശോധിക്കാനായി ഈ സ്വർണ്ണപ്പണിക്കാരനെ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഏതിലെങ്കിലും സ്വർണത്തിൻ്റെ അംശമുണ്ടോ എന്നത് അടക്കമുള്ള കാര്യങ്ങളാവും പരിശോധിക്കുക. അത്തരം പരിശോധനകൾ പുരോഗമിക്കുന്നു എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം, ഈ ഒരു അറസ്റ്റോടുകൂടി വലിയ രീതിയിൽ പ്രതിരോധത്തിലായ ഒരു അവസ്ഥയാണ് SITക്കുള്ളത്. ആ ഒരു അവസ്ഥയെ അത് മറികടക്കാനുള്ള ഗൂഢശ്രമങ്ങൾ തന്നെയാവും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. നമുക്കറിയാം, ഇന്നലത്തെ തന്നെ അറസ്റ്റ്, 2ാം ശനിയാഴ്ചയ്ക്ക് തൊട്ട് തലേ ദിവസത്തിൽ ഇത്തരമൊരു അറസ്റ്റ് നടത്തുമ്പോൾ അത് ആ അറസ്റ്റിന് ശേഷം കോടതിയിൽ നേരിട്ട് ഹാജരാക്കാതെ ചേംബറിൽ ഹാജരാക്കുന്ന ഒരു സാഹചര്യം, ഒരു തരത്തിലും ജാമ്യ അപേക്ഷയോ ഒന്നും തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ 2 ദിവസം തന്ത്രിയെ പൂർണ്ണമായും പോലീസിൻ്റെ കസ്റ്റഡി, അല്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് മാറ്റാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നു. അതുതന്നെയാണ് ഇന്നലെ തന്നെ ജയിലിൽ അടയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതും. അത് എന്തിൻ്റെ പേരിലാണെന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, യുവതീ പ്രവേശനത്തിലൂടെ ആചാരലംഘനം ശബരിമലയിൽ നടത്തിയപ്പോൾ അതിനെ ശക്തമായി എതിർത്ത ആളെ ആചാരലംഘനത്തിൻ്റെ പേരിൽ തന്നെ ജയിലിലടയ്ക്കുന്ന ഒരു പകപോക്കൽ രാഷ്ട്രീയം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന ആക്ഷേപം തന്നെയാണ് ഏറ്റവും ശക്തമായി ഇപ്പോൾ ഉയരുന്നത്. അതിനെ സാധൂകരിക്കുന്നതാണ് SITയുടെ പ്രവൃത്തിയായാലും. അതുകൊണ്ട് തന്നെയാണ് അയ്യപ്പ സേവാ സംഘം ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ എല്ലാവരും തന്നെ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ പകപോക്കൽ രാഷ്ട്രീയമുണ്ട്. SITക്ക് മുന്നിൽ പോലും വലിയ രീതിയിൽ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുന്നു. അത് ഹൈക്കോടതിയുടെ നിയന്ത്രണവും ഇടപെടലും ഉണ്ടാവുമ്പോൾ പോലും അതിനെ മറികടന്നുകൊണ്ട് ഇത്തരം സമ്മർദ്ദത്തിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ SITയെ സ്വാധീനിക്കാൻ CPMനും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനും കഴിയുന്നു എന്ന യാഥാർത്ഥ്യം തന്നെയാണ് നിലനിൽക്കുന്നത്. അത്തരമൊരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നതും. അനിൽ നമ്പ്യാർ. സുധീഷ്, തന്ത്രി കണ്ഠരര് രാജീവർ ഇപ്പോൾ ICUവിലാണ്. ഈ വിവരം വീട്ടുകാർ അറിഞ്ഞോ? വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ സന്ദർശിക്കാൻ ആരെങ്കിലും പോയിട്ടുണ്ടോ? അനിൽ നമ്പ്യാർ വീട്ടിൽ നിന്ന് ഇന്നലെ തന്നെ ഈ അറസ്റ്റ് വിവരം അറിയുമ്പോൾ തന്നെ ഇവിടെ നിന്നും അദ്ദേഹം കഴിക്കുന്ന പ്രധാന മരുന്നുകൾ അടക്കമുള്ളവ കൊല്ലത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ബന്ധുക്കൾ അവിടേക്ക് പോയിരുന്നു. എന്നാൽ ഇപ്പോൾ എന്താണ് ഈ വിവരങ്ങൾ അറിഞ്ഞു എന്നത് അടക്കമുള്ള കാര്യങ്ങൾ തിരക്കാൻ പോലും കഴിയുന്ന സാഹചര്യമല്ല. അടുത്ത ബന്ധുക്കളെ പോലും അവിടെ നിന്നും ഒഴിവാക്കുന്ന ഒരു സാഹചര്യമാണ് SITയുടെ ഭാഗത്തുനിന്നുണ്ടായത്. നമ്മൾ തന്നെ നേരത്തെ വാർത്ത കൊടുത്താണ്, മരുമകൾ പോലും ഇവരെത്തിക്കഴിഞ്ഞതിന് ശേഷം എത്തുമ്പോൾ അകത്തേക്ക് കടക്കാൻ ആദ്യം അനുവദിച്ചിരുന്നില്ല. പിന്നീട് ഈ വാർത്തകളൊക്കെ വന്ന പശ്ചാത്തലത്തിലും സ്വർണ്ണാഭരണങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ എല്ലാം ചാവി അടക്കം മരുമകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ പരിശോധനകൾ നടത്തേണ്ടതുള്ളത് കൊണ്ടും മറ്റുമാണ് പിന്നീട് മരുമകളെ പോലും അകത്തേക്ക് കടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ ഒരു സാഹചര്യത്തിൽ ഒരു തരത്തിലും ബന്ധുക്കളുമായി നമുക്ക് ഇപ്പോൾ ഈ വീട്ടിലുള്ള ബന്ധുക്കളുമായി ആശയവിനിമയം നടത്താനുള്ള ഒരു സാഹചര്യമല്ല നിലനിൽക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഇതേ സാഹചര്യത്തിൽ നേരത്തെ നമ്മൾ അവരുടെ പ്രതികരണങ്ങൾ തേടിയിരുന്നപ്പോൾ അത് അത്തരത്തിൽ പ്രതികരിക്കുന്നില്ല എന്നാണ് അറിയിച്ചിരുന്നതും. എന്തു തന്നെയായാലും ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നു. അവരുടെ മുന്നിലുള്ള പ്രധാന ലക്ഷ്യം
ആവശ്യം ഈ കേസിൻ്റെ ഈ അറസ്റ്റിനെ ന്യായീകരിക്കത്തക്ക രീതിയിലുള്ള തെളിവുകൾ കണ്ടെത്തുക, ഇല്ലെങ്കിൽ തെളിവുകൾ ചമയ്ക്കുക എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആ രീതിയിലുള്ള നീക്കം SITയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ടോ എന്ന സംശയം തന്നെയാണ് പലരും ഉയർത്തുന്നതും. അത്തരത്തിലുള്ള ആക്ഷേപം നിലനിൽക്കുമ്പോൾ നിഷ്പക്ഷമായ ഒരു അന്വേഷണം തന്നെയാണ് BJP അടക്കം, ഇവിടെ വന്ന BJP നേതാക്കളടക്കം ആവശ്യപ്പെടുന്നത്. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ, പക്ഷേ അത് ഒരിക്കലും പകവീട്ടലിൻ്റെ പേരിലുള്ള നടപടിയാവരുത് എന്നത് തന്നെയാണ് അവർ ചൂണ്ടിക്കാട്ടുന്നതും. അനിൽ നമ്പ്യാർ. സുധീഷ്, ഒരു ചോദ്യം കൂടി. അതായത് ഈ കേസിൽ അറസ്റ്റിലാവുന്ന 13ാമത്തെ വ്യക്തിയാണ് തന്ത്രി കണ്ഠരര് രാജീവര്. മറ്റുള്ളവരുടെ വീടുകളിലും മറ്റ് പ്രതികളുടെ വീടുകളിലും ഇപ്പോൾ ജയിലിൽ കഴിയുന്നവരുടെ വീടുകളിലും നേരത്തെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പരിശോധന നടത്തിയിരുന്നു. പക്ഷേ അന്നൊന്നും ഇത്ര വലിയ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നില്ല, ഇത്രയും വലിയ നിയന്ത്രണങ്ങളൊന്നും ഏർപ്പെടുത്തിയിരുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് തന്ത്രിയുടെ വീട്ടിൽ വലിയ പോലീസ് സന്നാഹം, എന്തുകൊണ്ട് തന്ത്രിയുടെ വീട്ടിലുള്ളവർക്ക് വലിയ നിയന്ത്രണം, എന്തുകൊണ്ടാണത് സംഭവിച്ചത്? അല്ലമ്പ അതിന് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, പൊതുസമൂഹത്തിൽ കണ്ഠരര് രാജീവർ എന്ന തന്ത്രിക്കുള്ള ഒരു സ്ഥാനം, അദ്ദേഹത്തിനെ കുറിച്ചുള്ള പൊതുസമൂഹത്തിൻ്റെ ധാരണ എല്ലാം ഈ SIT പറയുന്നതിന് വിരുദ്ധമാണ്. വലിയ രീതിയിൽ അദ്ദേഹത്തിൻ്റെ തെറ്റായ രീതിയിൽ അറസ്റ്റ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് പുറത്തുള്ളത്. അവരുടെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധം അത് സ്വാഭാവികമായും SITയും അതോടൊപ്പം തന്നെ ലോക്കൽ പോലീസും അടക്കം സംശയിച്ചിരുന്നു, അല്ലെങ്കിൽ അത്തരമൊരു ഭയം, ആശങ്കകൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്ര വലിയ ഒരു പോലീസ് സന്നാഹത്തോടെ പരിശോധനയ്ക്ക് എത്തിയത്. മറിച്ച് ഇത് കൃത്യമായ ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെയുള്ള ഒരു പരിശോധനയും നടപടികളും എന്നതുകൊണ്ട് തന്നെ ആവണം. ഇത് ഒരു ക്രൂരമായ രീതിയിലുള്ള ഇടപെടലാണ് ഈ കുടുംബത്തോട് പോലും SIT ചെയ്യുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. SITയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് മറ്റുള്ളവരെ അങ്ങോട്ട് കടത്തിവിടാത്തതും അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ബന്ധുക്കളെ പോലും അവിടെ നിന്നും പറഞ്ഞ് അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതും അത് SIT സംഘം തന്നെയാണ് ചെയ്തതും. അത്തരത്തിൽ വളരെ ആസൂത്രിതമായ നീക്കങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അതിൻ്റെ പിന്നിൽ എങ്ങനെയും മറ്റ് ആരും അവിടെ ഉണ്ടാവാൻ പാടില്ല, കൃത്യമായി അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇവിടുത്തെ പരിശോധനയിലൂടെ നേടിയെടുക്കണം എന്ന ലക്ഷ്യം തന്നെയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അനിൽ നമ്പ്യാർ. യെസ്, ചെങ്ങന്നൂരിലെ താഴമൺ മഠത്തിൽ SIT പരിശോധന തുടരുന്നു. പരിശോധന 3 മണിക്കൂർ പിന്നിട്ടു. വൻ പോലീസ് സന്നാഹവുമായാണ് SIT തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിലെത്തിയത്. ആഭരണങ്ങൾ പരിശോധിക്കാൻ സ്വർണ്ണപ്പണിക്കാരനെ അടക്കം എത്തിച്ചിട്ടുണ്ട്. SIT നിർദ്ദേശപ്രകാരം തന്ത്രിയുടെ വീട്ടിലുണ്ടായിരുന്ന ചില ബന്ധുക്കളെയും പോലീസ് ഒഴിവാക്കി. സുധീഷ് ഗോപാലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.